യോഗം ശരീരവും ആത്മാവും തമ്മിലുള്ള ബാലൻസിങ് പോലെ പരമാത്മാവുമായിട്ടുള്ള കണക്ഷൻ, ആത്മാവും പരമാത്മാവും തമ്മിലുള്ള കണക്ഷനാണ് യോഗം. യൂണിയൻ വിത്ത് ഗോഡ്. യോഗ മീൻസ് യൂണിയൻ വിത്ത് ഗോഡ്. ഈ ശരീരത്തിന് നമുക്ക് മാതാപിതാവ് ഉള്ളതുപോലെ ആത്മസ്വരൂപത്തിൽ നമ്മളെല്ലാ ആത്മാക്കൾക്കും പരമാത്മശക്തിയുമായിട്ട് കണക്ഷനുണ്ട്. നമ്മളെല്ലാവരും പാടാറുണ്ട്, ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ. ഈശ്വരൻ ആണെനിക്ക് അച്ഛൻ, അമ്മ, ബന്ധു, സ്വാമി, സഖാവ്, സർവസ്വം. ആത്മാവിന് കണക്ഷൻ പരമാത്മാവുമായിട്ടാണ്. പക്ഷേ ആ കണക്ഷൻ നമ്മൾ പരമാത്മാവിലേക്ക് കണക്ഷൻ വെക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ സൈലൻസിലേക്ക്, സ്വധർമ്മത്തിലേക്ക് വരണം. സ്വധർമ്മത്തിലിരിക്കുമ്പോഴാണ് നമ്മുടെ കണക്ഷൻ ഈശ്വരിലേക്ക് പോകുന്നത്. കണക്ഷൻ ഈശ്വരിലേക്ക് വെക്കുമ്പോഴാണ് കറണ്ട് നമ്മളിലേക്ക് ഒഴുകുന്നത്. ഈശ്വരീയ ശക്തിയുടെ, ആത്മാവിന് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും ശക്തികളുടെയും അനന്ത സ്രോതസ് പരമാത്മാവാണ്. എങ്ങനെ സൂര്യൻ ചൂടിൻ്റെ വെളിച്ചത്തിൻ്റെ സ്രോതസ്സായിരിക്കുന്നുവോ, അതേപോലെ പരമാത്മാ. ആത്മാവ് ശാന്തിയുടെ സ്വരൂപമാണെങ്കിൽ പരമാത്മാ ശാന്തിയുടെ കടലാണ്. ആത്മാവ് സ്നേഹത്തിൻ്റെ സ്വരൂപമാണെങ്കിൽ ഈശ്വരൻ സ്നേഹത്തിൻ്റെ കടലാണ്. ആ സർവശക്തിവാനിലേക്ക് അല്പസമയം നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മാവിന് പരമാത്മാവുമായിട്ടുള്ള യോഗം, രാജ്യോഗം, യോഗങ്ങളുടെ രാജാവെന്ന് അതുകൊണ്ടാണ് പറയണേ. യോഗങ്ങളുടെ രാജാവ്, രാജയോഗം. സർവശക്തിവാനിലേക്ക് അല്പസമയം നമുക്ക് മനസ്സ് ഏകാഗ്രമാക്കി ആ ഈശ്വരീയ ശക്തിയുടെ കരണ്ടെടുക്കാം. ഒപ്പം ഇന്നത്തെ ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമ്മളെല്ലാവരും ഓർമ്മിക്കേണ്ട മറ്റൊരു വസ്തുത, ആത്മാവാകുന്ന ഈ ചേതന അമ്മയുടെ ഗർഭത്തിൽ വന്ന് നമുക്ക് ഈ ശരീരം കിട്ടിയത് മുതൽ നമ്മൾ ഈ ഭൂമിയാകുന്ന നാടകശാലയിൽ നാടകം കളിക്കുമ്പോൾ നമ്മളിട്ടിരിക്കുന്ന ഈ വസ്ത്രം മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും ഈ ഭൂമിയിൽ അനേക ജനങ്ങളുടെ, അനേക ആത്മാക്കളുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ യോഗ ദിനത്തിൽ നമ്മുടെ ബുദ്ധിയുടെ യോഗം ഈശ്വരിൽ വെച്ചുകൊണ്ട് ഈശ്വരീയ ശക്തിയുടെ കറണ്ട് എടുക്കുകയും ആ കറണ്ട് ഈ മുഴുവൻ വിശ്വത്തിലേക്ക് നമുക്ക് പ്രദാനം ചെയ്യണം. കാരണം ആദ്യം നമുക്കെല്ലാവർക്കും ഈ ശരീരത്തിന് ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കൾ മുതൽ അനേക കോടിക്കണക്കിന് ആത്മാക്കളുമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ബന്ധപ്പെട്ടതാ. അതിൻ്റെ കൃതജ്ഞത നമുക്കുണ്ടാകണം. നമ്മളിട്ടിരിക്കുന്ന ഈ വസ്ത്രം എത്ര പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ ഷീറ്റ് പോലും, ഈ കാർപ്പറ്റ് പോലും ഇവിടെ വന്ന് നമുക്കിവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിർമ്മിക്കുന്നത് മുതൽ എത്ര നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആത്മാക്കളുടെ അധ്വാനമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ നമുക്ക് ഈ മുഴുവൻ വിശ്വത്തിനും ഭാരതത്തിൻ്റെ കൺസെപ്റ്റാണ് വസുദൈവ കുടുംബകം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബാറ്ററി, ആത്മാവാകുന്ന ബാറ്ററി ആ പരമസ്രോതസ്സുമായി കണക്ട് ചെയ്ത് ചാർജ് ചെയ്തിട്ട് ആ ചാർജ് നമ്മുടെ ഈ ശരീരത്തിന്, നമ്മുടെ ചുറ്റുപാടുള്ള ഈ അന്തരീക്ഷത്തിലേക്ക്, സർവചരാചരങ്ങളിലേക്കും. കാരണം പ്രകൃതിയുടെ പഞ്ചതത്വങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റഡാണ്. 5 തത്വങ്ങൾ കൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയും ജന്മം നൽകി ഈ ശരീരം വളർന്ന് ഈ പാകത്തിലെത്തിയത് പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഭക്ഷണമാണ്. അപ്പോൾ 5 തത്വങ്ങൾക്കും ഈ ഭൂമിയിലുള്ള സർവ ചരാചരങ്ങൾക്കും, എല്ലാ ജീവജാലങ്ങളെയും ഉപയോഗിക്കുന്നത് നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കൃതജ്ഞത നമ്മൾ രേഖപ്പെടുത്തണം. ബാക്കി എല്ലാ മനുഷ്യാത്മാക്കൾ എത്ര പേര് നമ്മുടെ ജീവിത യാത്രയിൽ നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ നമ്മളെ നമ്മളാക്കി തീർക്കാൻ നമ്മുടെ ജീവിതത്തിന് സഹായിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കിപ്പോൾ യോഗദാനം ചെയ്യണം. ഇന്ന് 3rd സൺഡേ ആണ്.
സാധാരണ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രഹ്മകുമാരീസിൽ നമ്മളെല്ലാ 3rd സൺഡേയും 3ാം ഞായറാഴ്ചയും വിശ്വശാന്തിക്ക് വേണ്ടി യോഗദാനം ചെയ്യുന്ന ദിനം കൂടിയാണ്. പക്ഷെ ഇന്ന് കോയിൻസൈഡ് ചെയ്ത് അന്താരാഷ്ട്ര യോഗ ദിനവും വന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഈ യോഗദാനത്തോടു കൂടിയിട്ട് ഈ സെഷൻ സമാപ്തമാക്കാം. നിങ്ങളെല്ലാവരും വളരെ സ്വസ്ഥമായി ഫ്രീ ആയി നിങ്ങൾക്ക് എങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാമോ, ശരീരത്തിലേക്ക് ശ്രദ്ധ പോകാതെ മനസ്സിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് എങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാമോ ഫ്രീ ആയിട്ടിരിക്കുക. അതിനുശേഷം കേൾക്കുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ച് മനസ്സുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ആദ്യം നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യും. ആത്മാവിനെ പരമാത്മ സ്രോതസ്സുമായിട്ട് കണക്ട് ചെയ്ത് ആ കറണ്ട് എടുക്കണു. ആ കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ ആ പ്രകാശം വലയം ഊർജ തരംഗങ്ങൾ നമുക്ക് ചുറ്റിലേക്ക് വ്യാപിക്കുന്നത് വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾ ഗ്യാലറിയിൽ ഇരിക്കുന്നവരാണെങ്കിലും ചെയറിലിരിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ കയ്യിലെ സാധനങ്ങളെല്ലാം താഴെ വെച്ചിട്ട് വളരെ സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. നമ്മൾ വളരെ വലിയൊരു സേവനമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, വിശ്വത്തിന് വേണ്ടിയിട്ടുള്ള യോഗദാനം. ഞാൻ എൻ്റെ ശ്രദ്ധ ശാരീരിക അവയവങ്ങളിൽ നിന്ന് എൻ്റെ ചിന്താതലത്തിലേക്ക് കൊണ്ടുവരികയാണ്. അന്തരാത്മാവിലേക്ക് ഞാനൊരു തീർത്ഥയാത്ര ചെയ്യുകയാണ്. ഈ ശരീരമാകുന്ന വാഹനത്തിൽ റീചാർജബിൾ ബാറ്ററിയാണ്. ആത്മചൈതന്യം ശ്രദ്ധയെ ഇരുപുരികങ്ങളുടെ മധ്യത്തിലേക്ക് കേന്ദ്രീകരിക്കും. ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ആത്മീയ ഊർജമാണ് ഞാൻ. ഈ ദേഹം എൻ്റെ വസ്ത്രം മാത്രമാണ്. ഈ ഭൂമി നാടകശാലയാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും വസ്ത്രം മാറി മാറി ഈ നാടകശാലയിൽ നാടകം അഭിനയിക്കുന്ന അഭിനേതാവാണ് ഞാൻ. അഭിനേതാവായി ഞാൻ ഭ്രൂമധ്യത്തിൽ തിളങ്ങുന്ന ആത്മീയ ഊർജമാണ്. മിന്നാമിനുങ്ങ് പോലെ തിളങ്ങുന്ന പ്രകാശം. ഈ രംഗവേദിയിലേക്ക്, കളിയരങ്ങിലേക്ക് ഞാൻ വന്നത് നാടകശാലയ്ക്കപ്പുറം ഭൂമി, വായു, ആകാശം, സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ നിറഞ്ഞ നീലാകാശത്തിനും അകലെ ആകാശത്തിൻ്റെ അനന്തതയിൽ മനുഷ്യനോ മാനവന്റെ സയൻസിനോ സയൻസിൻ്റെ ഉപകരണങ്ങൾക്കോ ചെന്നെത്താൻ കഴിയാത്ത പരമമായ ശാന്തി നിർഭരമായ സൈലൻസ് വേൾഡ്. ആകാശത്ത് നക്ഷത്രം തിളങ്ങുന്നത് പോലെ ആത്മ നക്ഷത്രം ആ സൈലൻസ് വേൾഡിൽ
സ്വർണ്ണ ചുവപ്പ് നിറമാർന്ന ബ്രഹ്മ മഹത്തത്വത്തിൽ സമ്പൂർണമായ ശാന്തിയിൽ ബ്രഹ്മലോക നിവാസിയായ പരമചൈതന്യം, പരമപ്രകാശം, പരമ്പൊരുൾ, കടാവിളക്ക് പോലെ തെളിയുന്ന പരമജ്യോതി, സത്യം, ശിവം, സുന്ദരം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭൂഗോളം മുഴുവൻ ആ ഊർജ്ജം ഒഴുകുന്നത് ഫീൽ ചെയ്തുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലാസ്റ്റ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ അവരവരുടെ കുടുംബം, നാട്, വീട് മുഴുവൻ വിശ്വവും പടിപടിയായി മനസ്സിൽ കാണണം. സർവർക്കും വേണ്ടി, സർവബന്ധുമിത്രാദികൾക്കും വേണ്ടി, സമസ്ത ചരാചരങ്ങൾക്കും വേണ്ടി ഈശ്വരീയ കരണ്ടൊഴുക്കിക്കൊണ്ട് സുഖശാന്തിയുടെ കിരണങ്ങൾ കൊടുത്തുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. രാജയോഗജ്ഞാനം പരമാത്മാനന്ദപ്രകാശിതം. രാജയോഗജ്ഞാനം സർവസർവാത്മഭൂഷണം. രാജയോഗജ്ഞാനം സമസ്ത ദുരിതമുക്തിതം. രാജയോഗജ്ഞാനം സർവഗുണാർത്ഥസാധകം. രാജയോഗജ്ഞാനം സർവാനന്ദസമ്പൂർണം. ഓം ശാന്തി ശാന്തി ശാന്തി.